നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ ശ്രുതിക്കിട്ട് നല്ല ഇടിവെട്ട് പണിയാണ് കിട്ടുന്നത്. ശ്രുതിയുടെ അഹങ്കാരത്തിന് ഒടുവില് അവര് പോയി ചതിക്കപ്പെടുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ഒടുവില് വീട് കാണാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ശ്രുതിയും കൂടെ ചെല്ലുന്നത്. 3 കോടി രൂപയ്ക്ക് വീട് കിട്ടും. അപ്പൊ ആനന്ദനാണ് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് വീട് കണ്ടു കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ശ്രുതി ഭയങ്കര സന്തോഷത്തോടുകൂടി ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ശരിക്കും ഒരു സ്വർഗം തന്നെയാ, ഇത്ര വലിയ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാല്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് ശരിയാ, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു, കണ്ടില്ലേ ഇപ്പൊ നമുക്ക് നല്ല കാലം എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട, നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞു. എന്നാ ശരി, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഹാളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും വിശ്വനാഥനും ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ബാ വന്നിരിക്കുക എന്നൊക്കെ ശ്രുതിയോട് പറഞ്ഞു. ശ്രുതിയോട് വെച്ച്, വീട് ഇഷ്ടപ്പെട്ടോ? വീട് ഇഷ്ടപ്പെട്ടു സാറേ, നല്ല വീടാ. ശ്രുതി പറഞ്ഞു, എമൗണ്ടിന്റെ കാര്യത്തില് അതെ 5 കോടി രൂപയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നേ, പിന്നെ ഓർത്തു 3 കോടി രൂപയ്ക്ക് കൊടുക്കാന്ന്. അപ്പോഴേക്കും ശ്രുതി വെച്ചു, അതെന്താ സാറേ 3 കോടി രൂപയ്ക്ക് കൊടുക്കാന്ന് വെച്ചാൽ എന്തേലും പ്രശ്നമുള്ള വീടാണോ? അതൊന്നും അല്ല, 2 കോടിക്കാണ് ഞങ്ങൾ വാങ്ങിയത്. ആ സമയത്ത് അത്ര ഉണ്ടായിരുന്നു വാല്യൂ. പക്ഷെ ഇപ്പോഴൊരു 5 കോടി രൂപയെങ്കിലും വില മതിക്കും. പിന്നെ ഞങ്ങൾക്കൊരു 1 കോടിയെങ്കിലും ലാഭം കിട്ടിയാൽ മതി. അത്രയ്ക്ക് പണത്തോടെ ആർത്തിയൊന്നും ഉള്ളവരല്ലേ ഞങ്ങൾ രണ്ടുപേരും ദുബായിലാ. ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാനായിട്ട്. അത് മാത്രമല്ല, ഇത് കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം ഞങ്ങളെ കൊണ്ട് എല്ലാം കൂടെ നോക്കാൻ പറ്റത്തില്ല. അവിടെയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീട് തൂത്തുറച്ച് വൃത്തിയാക്കാനൊക്കെ ആരെയും ജോലിക്കാരെയൊക്കെ നിർത്തണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ വല്ല കാലത്ത് എങ്ങോനും ഒന്ന് വരത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ വീട് ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അതാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അപ്പം ഞങ്ങൾക്ക് തോന്നി നല്ലൊരു പാർട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഫാമിലി ആയിരിക്കണം ഈ വീട്ടിൽ താമസിക്കാൻ വരണ്ടേ. ഞങ്ങൾ ആശിച്ച് മോഹിച്ച് വെച്ച വീടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ആ കാര്യത്തിലൊന്നും സാറ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, വിലയിൽ എന്തേലും ഒരു കുറവ് വരുത്തുമെന്ന് ചോദിച്ചു. വിലയിൽ അങ്ങനെ കുറവ് വരുത്താനൊന്നും പറ്റില്ല. പിന്നീട് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കണം. ശ്രുതിയോട് പറഞ്ഞു, ഡോക്യുമെന്റ്സ് ഒക്കെ നന്നായിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. കണ്ടു സാറേ. എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കാര്യം കൂടെ ഉറപ്പിക്കാന്ന് പറഞ്ഞു. ശ്രുതിയോട് പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയേക്കാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, പണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ അത്രയ്ക്ക് പണമൊന്നുമില്ല, കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് വേണം, കാരണം ഈ വീട് വെച്ച് ലോൺ എടുക്കാലോ. അതിനുശേഷം പണം തന്നാ പോരേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് വിശ്വനാഥൻ പറഞ്ഞു, അതൊക്കെ ഓക്കെ, കാരണം ഞാൻ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. ബിസിനസ് ചെയ്താണ് ഞാൻ ഈ നിലയിലെത്തിയത്. അപ്പൊ എനിക്ക് ലോണിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ശ്രുതി പറഞ്ഞു, അതെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയാൽ മാത്രമേ സാറിന് എമൗണ്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വിശ്വനാഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 50 ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്യാം. 50 ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്യുവാണെങ്കിൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ശ്രുതിക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത് പിന്നെ സാറേ 50 ലക്ഷം അത്രയ്ക്ക് ഉണ്ടാകത്തില്ല, ഒരു 30 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, 30 ശരി, 30 തന്നാലും മതി. ഇപ്പം 20 ലക്ഷം ഞാൻ കയ്യിൽ നിന്ന് ഇട്ടോളാം, കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എന്നെങ്കിൽ ശരി. പിന്നീട് അയാൾ പറഞ്ഞു, അതെ 30 ലക്ഷം കിട്ടിക്കഴിയുമ്പോഴത്തേനും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ തരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, 6 മാസത്തിനുള്ളിൽ നിങ്ങൾ പണം തന്നാൽ മതി. 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് സ്വന്തമാക്കാം, അത്ര സാവകാശം തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, അല്ല അപ്പൊ 6 മാസം എന്ന് പറയുമ്പം അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ലേ? കാരണം അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ ചോദിക്കുവാണ്. ഇത്രയും രൂപ അഡ്വാൻസ് ഒക്കെ തരുന്നല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, നിങ്ങളായതുകൊണ്ട് നിൽക്കാൻ ഒരു ഓഫറും കൂടെ തരാം. 30 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ കീ ഞാനും കൂടെ തരും. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാം, ഫാമിലി ആയിട്ട് 2 ദിവസം വന്ന് സ്റ്റേ ചെയ്യാം, എന്ത് വേണം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഫുൾ എമൗണ്ട് തന്നതിന് ശേഷം നിങ്ങൾക്ക് വീട് സ്വന്തമാവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത് മതി സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിക്കൊക്കെ സന്തോഷമായി. അവര് ഭയങ്കര സന്തോഷത്തോടെ കൈ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അധികം വൈകാതെ തന്നെ പണമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 5 ലക്ഷം രൂപ കൊടുക്കുന്നത് ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യത്തിനും അവിടെ പോന്ന, അപ്പൊ അവിടെ വെച്ച് തന്നാ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരവിടെ നിന്ന് ഇറങ്ങണേ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദം പറഞ്ഞു, എങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടാകുന്നു പറഞ്ഞുകൊണ്ട് ആനന്ദിനെ കെട്ടിപ്പിടിക്കണം.
എടാ കാര്യമൊക്കെ കാര്യം, പക്ഷെ 2% എനിക്ക് കമ്മീഷൻ ഉണ്ട്, ആ കാര്യം അറിയാലോ. കമ്മീഷനൊക്കെ തരാം, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന സമയത്ത് വിശ്വനാഥൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചിരിക്കുവാണ്. അങ്ങനെ അവൻ വന്ന് വീണെന്ന് പറഞ്ഞു. ഉം, എന്നാൽ ഇത്ര പെട്ടെന്ന് ഒരുത്തം വന്ന് വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലെന്ന് ചോദിച്ചു. അല്ല പിന്നെ, അതെ, 30 ലക്ഷം രൂപ തരാന്നാ പറഞ്ഞേ. 5 ലക്ഷം രൂപ ഇത് തരുമായിരിക്കും. 30 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം ഈ വീടിന്റെ ഓണർക്ക് കൊടുക്കണം, നമ്മൾ കൊടുക്കാനുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ വീട് ഒഴിവാന്നും പറഞ്ഞുകൊണ്ട് താക്കോലും കൊണ്ടേ കൊടുത്തിട്ട് നമുക്ക് സ്ഥലം വിടാം ഇവിടുന്ന്. എങ്ങനെയുണ്ട്? അത് ശരിയാ. പിന്നെ നമുക്ക് ബാംഗ്ലൂർ പോവാം, അവിടെ പോയി ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ കാണിക്കാം. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം, അടുത്തയാളെ പറ്റിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു പറ്റീര് കമ്പനിയായിരുന്നു. ഇതൊന്നും അറിയില്ലാതെയാണ് സുധി പോയി വീണത്. ആനന്ദിനും കൂടുതലായിട്ടൊന്നും അറിയില്ല. ആനന്ദാണെങ്കിൽ പാർക്കിൽ വെച്ച് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവര് സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം രേവതി ഡെക്കറേറ്റ് ചെയ്ത കല്യാണ മണ്ഡപത്തിന് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. രേവതിയെ കണ്ടപ്പോൾ പറഞ്ഞു, വരാൻ പറഞ്ഞു. പിന്നീട് രേവതിക്ക് കൊടുക്കാനുള്ള പണം ബാക്കി കൊടുക്കുകയാണ്, ബാലൻസ് കൊടുക്കുകയാണ്. രേവതിയോട് പറഞ്ഞു, ഓണർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത, ഇനിയിപ്പോൾ ഇതുപോലത്തെ ഓർഡറുകളൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും രേവതിക്ക് തന്നെ തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ന് മണ്ഡപം ഡെക്കറേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആൾക്കാർ നമ്പറുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത്രയും കാലം ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ, അല്ലെങ്കിൽ ഈ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു ചേച്ചിയായിരുന്നു, അവർക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നേന്ന് പറഞ്ഞു. ആദ്യമായിട്ടാ പുറത്തൊരാൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് വേറൊരു ചേച്ചിയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടായി കാണുമല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ആരാണോ അവരെയല്ലേ ആൾക്കാരൊക്കെ വിളിക്കുള്ളൂ. രേവതി ആ കാര്യത്തിൽ മിടിക്കുക, നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ, എനിക്ക് ആരുടെ ജോലി കളയണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ല. പിന്നെ എൻ്റെ ഒരു പുതിയ ഐഡിയ ആയിരുന്നു ഇത്. അപ്പോൾ അതിനകത്ത് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് പോലും. പക്ഷേ എങ്കിൽ ഇത്രയും കാലം ആ ചേച്ചി ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അവരിച്ചിരി പ്രശ്നക്കാരിയൊക്കെയാ. ഇനി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാ. ഇത്രയും കാലങ്ങളായിട്ട് ഈ മണ്ഡപം അവർക്ക് വേണ്ടിയാ കൊടുത്തോണ്ടിരുന്നത്. കാരണം അവരായിരുന്നു ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. കല്യാണം വന്നാലും ഏതൊരു ചെറിയ ഫംഗ്ഷൻ വന്നാലും അവരാ ചെയ്തോണ്ടിരുന്നത്. അവർക്ക് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. രേവതി ഇനി പ്രശ്നമാവുമെന്ന് ചോദിച്ചു. എന്ത് പ്രശ്നമാവാനായിട്ട്, ഓണർ നേരിട്ട് രേവതിക്ക് തന്ന ഓർഡർ അല്ലായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് 7,000 രൂപ കൂടെ കൊടുക്കുകയാണ്, ഇതേ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞു. രേവതിക്ക് സന്തോഷമായി. അങ്ങനെ രേവതി അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്താണ് സ്ഥിരമായിട്ട് ആ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. കൂടെ അവരുടെ സ്റ്റാഫും ഉണ്ടായിരുന്നു. അങ്ങനെ കാറിൽ വന്നങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും കൂടെയുള്ള സ്റ്റാഫ് പറഞ്ഞു, മേഡം, ഇതേ ഒരു കാര്യം ഞാൻ പറയാം. ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഡെക്കറേഷൻ വർക്ക് പോകുന്നത്. അതെനിക്ക് അറിയാടോ, എന്താണല്ലോ അയാളോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ അറിയാതെ പുറത്തൊരാൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് വരുമ്പോഴത്തേനും രേവതിയുടെ സ്കൂട്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറയിലായിട്ട് ആ ബോക്സ് ഉണ്ട്, പൂ കെട്ടിക്കൊണ്ട് പോകുന്ന ബോക്സ് ഉണ്ട്. ഒരു ദിവസം 500 മാലകൾ വരെ കെട്ടിക്കൊടുക്കും കല്യാണ വർക്കുകൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രേവതിയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, രേവതി എന്നാണ് പൂക്കാരുടെ പേരെന്ന്. അവരാരെ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് അകത്തേക്കാണ് കയറി പോകുമ്പോഴത്തേനും രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. രേവതി പേഴ്സണത്തെ പൈസയൊക്കെ വെച്ച് സന്തോഷത്തോടെ വന്ന് സ്കൂട്ടിയിലേക്ക് കയറുവാണ്. ഈ സമയത്ത് അവരകത്തേക്ക് വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, ചേച്ചി വായിരിക്കാനൊക്കെ പറഞ്ഞു. അതെ, നീ എന്നെ കൂടുതൽ ഇരുത്താനും നോക്കണ്ട, നിനക്ക് ഓരോ വർക്ക് നടക്കുമ്പോൾ ഞാൻ കമ്മീഷൻ തരുന്നതല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ ചേച്ചി, അല്ല പിന്നെ എന്താടാ ഈ തവണ വർക്ക് മാറി കൊടുത്തേന്ന് ചോദിച്ചു. എനിക്ക് തരാതെ. അയ്യോ, അതെന്റെ കയ്യിലെ കുറ്റമല്ല, ഞാനല്ല, ഓണർ നേരിട്ട് കൊടുത്താന്ന് പറഞ്ഞു. ഓണർ നേരിട്ടോ? അതെ, ഓണർ നേരിട്ട് കൊടുത്ത വർക്ക, ഞാനല്ല, എനിക്ക് അതിനകത്ത് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞു. എടാ, അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓണറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് തന്നെ ഓർഡർ തരണ്ടേന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പിന്നീട് കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അവർക്ക് ദേഷ്യമായി. ഇത്രയും കാലം ഞാനായിരുന്നു ഇവിടുത്തെ ഓർഡർ എടുത്തോണ്ടിരുന്നേ, ഇപ്പൊ പുതിയ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നല്ലേ? അല്ല, അവൾ ഏതാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. രേവതി എന്ന പേരെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് പോയവളോ? പെട്ടെന്ന് അവർ പുറത്തേക്കാണെങ്കിൽ ചെല്ലുവാണ് രേവതിയെ കാണാൻ വേണ്ടി. അപ്പോഴേക്കും രേവതി സ്കൂട്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. മിസ്സായിപ്പോയി. അവളോട് 2 വാക്ക് സംസാരിക്കണമായിരുന്നു. പിന്നീട് അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കണം. ഇതെന്തിനാ മേഡം? അല്ല, അത് പിന്നെ
നിനക്ക് എല്ലാ തവണ ഞാൻ കമ്മീഷൻ തരുന്നതല്ലേ, ഈ തവണ കമ്മീഷനൊന്നും കിട്ടി കാണത്തില്ലോ. ഇല്ല എന്ന് പറഞ്ഞു. ഇത് ഓണറുടെ നേരിട്ടുള്ള ഇടപാടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എടോ, അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ ഓർഡർ മാറ്റി കൊടുക്കരുത് ആർക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തവണ കമ്മീഷൻ തന്നിരിക്കുന്നത്, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, ദൈവമേ, ഇതിപ്പോ തനിക്ക് പുലിവാലാവുന്നാ തോന്നേ. ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് വന്ന് മിക്കവാറും തന്നെ പൊങ്കാല ഇടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ അയാള് മനസ്സിൽ പറയണം. ഇതേ സമയം രേവതി ഭയങ്കര സന്തോഷത്തോടെ വിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. സീഡ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ മോളെ, എന്നും എന്നും സീഡ്സ് ആണല്ലോ. അത് പിന്നെ അച്ഛാ, എനിക്ക് കുറച്ച് എമൗണ്ട് കൂടെ കിട്ടാനുണ്ടായിരുന്നു. ആ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്തതിന്റെ ആ പണം കിട്ടി, അതുകൊണ്ടാന്ന് പറഞ്ഞു. ആ, അത് കൊള്ളാം, നല്ല കാര്യമുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി വന്നു. ചന്ദ്രമതിയോട് സീഡ്സ് എടുക്കാൻ പറഞ്ഞപ്പോ ചന്ദ്രമതി ചോദിച്ചു, എന്തിനാ? അതെ, രേവതി മോൾക്ക് ഒരു സന്തോഷം വന്നുകൊണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് സന്തോഷം എന്താ, വല്ല പൂവ് കെട്ടി കൊടുത്തു കാണും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എന്താണെങ്കിലും അവൾക്കൊരു നല്ല കാര്യമല്ലേ വന്നിരിക്കുന്നേ. അവള് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കല്യാണ മണ്ഡപം ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൾക്ക് പൈസ കിട്ടി, അതിന്റെ സന്തോഷത്തിൽ അവൾ വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞു. പിന്നെ ഒരു കല്യാണ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്ത് പോലും വലിയ കഥയായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. താജ്മഹൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് വന്ന പോലെ പറയണേന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാ സച്ചി വരുന്നത്. സച്ചി പറഞ്ഞു, താജ്മഹൽ ആരും ഡെക്കറേറ്റ് ചെയ്യുവോ, അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അത് കല്യാണ മണ്ഡപം അല്ലല്ലോ എന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് അടിയേറ്റോലേവേ. ചന്ദ്രമതി ഒന്ന് സച്ചിനെ നോക്കി. പിന്നീട് രേവതി സീറ്റ്സ് ഒക്കെ കൊടുക്കണം. പിന്നെ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു, കൊള്ളാം, നീ മിടുക്കിയ ആള് കണ്ടോ, അധികം വൈകാതെ നീ ഇങ്ങനെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കും. പതിയെ പതിയെ നമുക്ക് ഇങ്ങനെ കയറിപ്പോയാൽ മതി, ഒറ്റയടിക്ക് കാരണം ഒരു നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞു. അവരുടെ സന്തോഷം കണ്ടപ്പോ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കേമാന്നാ വിചാരം, എന്തിനു കൊള്ളാന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയണം. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ ആ വാ എന്ന് തുറന്നേന്ന് പറഞ്ഞു. എന്തിന്? വാ എങ്ങ് തുറന്നു കഴിഞ്ഞപ്പോ വായിക്കകത്തേക്ക് ഒരു സീറ്റും അങ്ങോട്ട് കയറ്റി കുത്തി കയറ്റി വെച്ചു. കുറച്ച് സമയമെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുമല്ലോ, ഒരു സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. എന്ത് ചെയ്യാൻ പറ്റും? രവീന്ദ്രൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പം രേവതി എന്ത് ചെയ്തു, തനിക്ക് കിട്ടിയ പൈസ 7000 രൂപ സച്ചിയിലേക്ക് കൊടുത്തു. എണ്ണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചി എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു, ദേ 7000 രൂപയുണ്ട്, ഇന്ന് ഞാൻ സച്ചേട്ടനേക്കാളും കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പെട്ടെന്ന് എണ്ണൽ നിർത്തി രേവതിയെ നോക്കണം. രേവതി പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സച്ചിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നീട് രേവതിയോട് പറഞ്ഞു, അതെ, നീ തന്നെ ഇത് എണ്ണിക്കോളാൻ പറഞ്ഞു. സച്ചേട്ടൻ നോക്കാൻ പറഞ്ഞു. വേണ്ട, എന്നാ സച്ചേട്ടാ ഒരു കാര്യം ചെയ്യുക, സച്ചേട്ടൻ ആ കുടുക്കിക്കകത്തി കൊണ്ട് ഇട്ടോളാൻ പറഞ്ഞു. നീ തന്നെ ഇട്ടാ മതി. അതെന്താ സച്ചേട്ടാ, സച്ചേട്ടൻ കൊണ്ട് ഇടാൻ പറ്റില്ലേ? ദേ, ഞാൻ തന്നെ ഇടണമെന്ന് ചോദിച്ചു. നീ ഇട്ടാ മതി എന്ന് പറഞ്ഞു. ഈയിടെയായിട്ട് സച്ചേട്ടൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇടുന്നില്ല, സച്ചേട്ടനേക്കാളും കൂടുതൽ കുടുക്കിക്കകത്ത് കൊണ്ടേ മുറി പണിയാനായിട്ട് ഞാൻ ഇടുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതി അതും കൂടെ കൊണ്ടേ ഇടാനായിട്ട് പോയി. സച്ചിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയാണ് ഞാൻ ചായ വെക്കാം, ടെറസിൽ കുറെ തുണിയുണ്ട്, അതൊന്നും എടുത്തിട്ടുണ്ടാവുമെന്ന് ചോദിച്ചു. സച്ചി ശരിയെന്നും പറഞ്ഞിട്ട് ആ ടെറസിലേക്ക് അങ്ങോട്ട് പോയി തുണിയൊക്കെ എടുക്കണം. ആ സമയത്ത് രേവതി പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു സച്ചിയുടെ മനസ്സിൽ. സച്ചിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നീട് അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രേവതി പതിവ് പോലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം സച്ചിയെ കാണുന്നില്ല. സച്ചിയുടെ ഇത് എവിടെ പോയി? അവിടെയൊക്കെ നോക്കി കണ്ടില്ല. ഇനി പുറത്ത് കാറെങ്ങാനും തുടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് പുറത്തേക്ക് വന്ന് നോക്കി, ഇനിയിപ്പോൾ അവിടെയില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളേന്ന് ചോദിച്ചു. അല്ല, സച്ചിയെ കണ്ടില്ല എന്ന് പറഞ്ഞു. അവൻ അവിടെ എവിടെയും കാണുമെന്ന് പറഞ്ഞു. ഇല്ല, എങ്കിലും പിന്നെ ഓട്ടം പോയി കാണും. അല്ല, എന്നോട് പറഞ്ഞത് പോലും ഇല്ല, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം കണ്ടില്ല, അപ്പൊ ഞാനോടത്ത് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് കരുതി എന്ന് പറഞ്ഞു. അവന് എവിടെ പോകാനാ, ചിലപ്പോൾ ഓട്ടം പോയി കാണും, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടായിരുന്ന കരുതിയിട്ടായിരിക്കും പറയാതെ പോയെന്ന് പറഞ്ഞു. എന്നാലും രേവതിക്ക് ടെൻഷനായി. രേവതി വിളിച്ചു നോക്കി, വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. ഇതെന്താ പോലും കോൾ എടുക്കാത്തെ? അങ്ങനെയൊക്കെ ഓർത്തോണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രേവതി ചായ എടുത്ത് കൊടുക്കണം. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ സച്ചേട്ടനെ കണ്ടില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലാന്നോ? ഇതിപ്പോ ഭയങ്കര കോമഡി ആയിപ്പോയല്ലോ. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു, പക്ഷെ രാവിലെ എനിക്കിപ്പോ തൊട്ട് കണ്ടില്ല. എങ്കിൽ വല്ല ഓട്ടം പോയി കാണും. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത് പിന്നെ ഓട്ടത്തിനിടയ്ക്ക് എങ്ങനെയാ ഫോൺ എടുക്കണേന്ന് ചോദിച്ചു. ചിലപ്പോ അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോ രേവതി ചായയൊക്കെ എടുത്തു കൊടുത്തു. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, രാവിലെ എന്നാ കാപ്പിക്കെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇഡ്ഡലി ഉണ്ടാക്കാന്ന് കരുതിയിരിക്കുന്നത്. ഇഡ്ഡലിയോ? എന്നും ഇഡ്ഡലിയാണോന്ന് ചോദിച്ചു. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കി തരാം. ദോശയ്ക്ക് എന്താ കറി? ചമ്മന്തി. അതിനെ സാമ്പാർ ഉണ്ടാക്കാൻ മേലേന്ന് ചോദിച്ചു. അത് പിന്നെ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ പരിപ്പില്ല. ഇനിയിപ്പോൾ അതില്ല. വേറെ എന്നാ ഉണ്ടാക്കുന്നത്? എന്നെങ്കിൽ പിന്നെ പൂരി എന്തെങ്കിലും ഉണ്ടാക്കി തരാം. പൂരി എനിക്ക് വേണ്ട, രാവിലെ എണ്ണ
കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. ഓ, ഉപ്പുമാവ് ശരിയാകത്തില്ല. റവയാണോ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വെച്ചാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? അല്ല, അതെന്താമ്മ അങ്ങനെ പറയണേ? അല്ല, സേമിയ വെച്ചെങ്ങാനും ആണോ എന്ന്. ആ, റവ വെച്ചുണ്ടാക്കണേ. ആ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നും പറ്റില്ല ചന്ദ്രമതിക്ക്. ആ സമയത്ത് രേവതി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് എന്താ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അല്ല, നീ സച്ചിക്ക് വേണ്ടിയിട്ട് എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. സച്ചേന് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സച്ചേൻ രാവിലെ ഇവിടെ ഇല്ല, ഓട്ടം പോയിക്കോന്ന് പറഞ്ഞു. ഓ, അങ്ങനെ. എങ്കിൽ പിന്നെ ഒരു കാര്യം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ ചിരിച്ചു. എന്താ ചിരിക്കണേ? അല്ല, ഇത് തന്നെയല്ല ആന്റി ആദ്യം പറഞ്ഞ ഇഡ്ഡലി ഉണ്ടാക്കാന്ന്. ആന്റി ഈ വളഞ്ഞു മൂക്കെ പിടിക്കാൻ പറ്റുന്ന പോലെയുള്ള വരമാണല്ലോ വന്നത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആദ്യം ഡയറക്റ്റ് ആയിട്ട് അതും കൂടെ പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ചന്ദ്രമതിക്ക് ആപ്പടയിൽ നാണക്കേടായി. ചന്ദ്രമതി പറഞ്ഞു, അല്ല നിനക്ക് സ്റ്റുഡിയോയിലേക്ക് പെട്ടെന്ന് പോകാനുള്ളതല്ലേ, പോകാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. രേവതിക്കാണ് ഭയങ്കര ടെൻഷനായിരുന്നു. സച്ചിനെ കാണാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. സച്ചി വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.